തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നീരിക്ക്, ഞാൻ എടുക്കാം. അമ്മ കഴിച്ചോ? ഇല്ല, അമ്മ കഴിക്കാൻ സമയമാവുന്നേ ഉള്ളൂ. അല്ല, ഞാൻ വരുമ്പോ അമ്മ ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. അതെ, വിളിക്ക. എന്താ? അതെ, അമ്മ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടിയിൽ നിന്ന് അത് എടുക്കാൻ പറ്റിയില്ല. എന്ത്? അനു, നീ ഡ്രസ്സ് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അച്ഛനല്ലേ? അത് വാങ്ങിയിരുന്നോ? അനു, പതുക്കെ പറ. ഞാൻ വാങ്ങി, വണ്ടിയിലുണ്ട്. പിന്നെ ഞാനിപ്പോ എടുത്തുകൊണ്ട് വരുമ്പോ അമ്മ ചോദിക്കില്ലേ? ആ സമയത്ത് എടുക്കാതിരുന്ന നന്നായി. എന്തായാലും ഇന്ദ്രേട്ടന്റെ വാക്ക് തള്ളിക്കളഞ്ഞല്ലോ, എനിക്കത് മതി. ഷർട്ട് പാകാവുന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഊഹം വെച്ച് വാങ്ങിയതാ. അതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇന്ദ്രേട്ടന് അതൊന്നും തെറ്റില്ല. പിന്നെ അച്ഛന് ടാബ്ലറ്റ് വാങ്ങിയോ? ഞാൻ ഫോണിൽ മരുന്നിന്റെ ചീട്ട് അയച്ചിരുന്നു. അതും വാങ്ങിച്ചു. അതെല്ലാം അവ കവറിനകത്തുണ്ട്. സൗകര്യം പോലെ ഞാൻ എടുത്തുതരാം. അത് മതി. ഇന്ദ്രേട്ടൻ രാത്രി ഷോപ്പ് അടച്ചിട്ട് വരുമ്പോ കിട്ടിയാലും മതി. ശരി, നോക്കാം. പിന്നെ അനു, നീ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ ഏൽപ്പിക്കില്ലേ? മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രേട്ടാ, നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരാൾക്ക് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് അയാളെ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ടാണോ? അതുപോലെയാണോ ഇത്? ഓരോന്നോരോന്നായിട്ട് ചെയ്തു കൊടുത്തിട്ട് അവസാനം നമ്മൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. ഇനി അതിലൂടെ അമ്മയുടെ ശത്രുതയെ സമ്പാദിക്കേണ്ടി വരും. അപ്പൊ അതാണ് ഇന്ദ്രേട്ടന്റെ പ്രധാന പ്രശ്നം. അമ്മയെ വെറുപ്പിക്കാൻ പറ്റില്ല. എന്നാ അമ്മയ്ക്ക് മകനെ തള്ളി പറയാം. അനു, അമ്മ എത്ര തള്ളി പറഞ്ഞാലും വളർത്തി വലുതാക്കി എന്നെ കടപ്പാട് തള്ളി പറയാൻ പറ്റുമോ? വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നപ്പോൾ അമ്മ ചെയ്ത ത്യാഗത്തിന്റെ വില ഞാൻ കൂടുതൽ മനസ്സിലാക്കുക. അതുകൊണ്ടാ അമ്മയ്ക്ക് വേണ്ടാത്ത ആളെ എനിക്കും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇന്ദ്ര, നീ കഴിക്കുകയാണോ? എടാ, നീ കഴിക്കാനിരിക്കുമ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? അത് പിന്നെ അമ്മ, കടയിൽ ലോഡ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പെട്ടെന്ന് കഴിച്ചിട്ട് പോവാന്ന് കരുതിയാ ഞാൻ. സാരമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന എനിക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാലോ. ആ പ്ലേറ്റിംഗ് എടുക്ക. ഇന്ദ്ര, നമുക്കേ താമസിയാതെ ഒരു ജോലിസിനെ പോയി കാണണം. ജോലിസിനെയോ? എടാ, കുടുംബത്തിന് ഒരനർത്ഥം വന്നു പെട്ട അതിനൊരു പരിഹാരം കാണണ്ടേ? പത്മനാഭ പണിക്കര് സ്ഥലത്തില്ല, വിദേശ പര്യടനത്തില. അവിടെ ഇപ്പൊ ജോലിസത്തിനൊക്കെ വലിയ മാർക്കറ്റ് അത്രേ. അദ്ദേഹത്തിന്റെ അത്രയും കഴിവുള്ള വേറെ ആരും അടുത്തെങ്ങും ഇല്ലല്ലോ. പണിക്കര് സാറ് തിരിച്ചു വരും വരെ കാത്തിരിക്കാനും പറ്റില്ല. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നമുള്ളത്? എടാ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്ന് കരുതി ഒരാള് തിരിച്ചു വരിക. മനസ്സുകൊണ്ട് നമ്മളൊക്കെ അയാൾക്ക് മരണാനന്തര കർമ്മം ചെയ്തു കഴിഞ്ഞില്ലേ ഇന്ദ്ര? അപ്പൊ പിന്നെ ഇപ്പൊ വന്നിരിക്കുന്നയാളെ അയാളുടെ പ്രേതമായിട്ട് കരുതാനല്ലേ പറ്റൂ? പ്രേതം കയറിയ വീടെന്ന് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടു കിടന്നാല് മുടിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ അമ്മയും ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മനുഷ്യനത്. ഡോക്ടർമാര് ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ആളെ ജോലിസരെ കൊണ്ട് പ്രേതമാണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കില്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല. എടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഭ്രാന്തൻ ഒരു ആത്മാവാണെന്നല്ല ഞാൻ പറഞ്ഞത്.
ഈ കുടുംബത്തിന്റെ നാശത്തിന് കയറി വന്ന ഒരു വിപത്താണെന്നാ. പണ്ടത്തെ ഒരു ബന്ധം നിലനിൽക്കുന്നോണ്ട് ആ വിപത്തിനെ നമുക്കായിട്ട് കടലിൽ കൊണ്ട് തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു ജ്യോത്സ്യരെ കണ്ട് ഗ്രഹനില നോക്കി വെച്ചാ ഈ ശാപം എത്ര കാലത്തേക്ക് ഉണ്ടാവുന്നെങ്കിലും നമുക്കറിയാൻ പറ്റും. അതൊക്കെ അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തു. എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മ അയാളെ വല്ല വൃദ്ധസാധനത്തിലും കൊണ്ട് കിടത്ത്. അതിനാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. ഇനിയും അതിന് വേണ്ടുന്ന ചെലവും ഞാൻ എടുത്തോളാം. വേറൊന്നും എന്നോട് പറയണ്ട. നീ എന്തോ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? കുറച്ച് കറിയും കൊഴിക്ക്. കുറച്ചുകൂടി ഒഴിക്ക്. നീ ഒറ്റ ഒരുത്തി കാരണമാ ആ ബാധ ഈ വീട്ടിൽ കയറി കൂടിയത്. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ബാധയെ ഞാൻ ഒഴിപ്പിച്ചിരിക്കൂടി. അതിന് ജോത്സ്യരെക്കാൾ നല്ലത് മന്ത്രവാദിയാ. അവളില്ലേ ഹർഷ, അവളുടെ അടുത്ത് അതിനുള്ള ആളും കാണും. അയ്യോ, ഞാൻ അമ്മയ്ക്ക് ഒരു ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാവേ. എടി എടി ഛേ